ഹലോ ഹെൽക്കൻസ് ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡോണുവിൻ്റെ 1.5 വയസ്സിൻ്റെ വാക്സിനേഷനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണിത്. അപ്പോൾ രാവിലെ തന്നെ കൊച്ചിൻ്റെ കിടപ്പും പാവൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ചെറിയൊരു സഹതാപം തോന്നി. കാരണം ഈ മട്ടും പാവൊക്കെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും മാറുമല്ലോ എന്ന് ഓർത്തിട്ട്. നമ്മൾ രാജഗിരിയിൽ തന്നെയാണ് കേട്ടോ എല്ലാ വാക്സിനേഷൻസ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് 11:20 അപ്പോയിൻമെൻറ്റ് എന്നുണ്ടെങ്കിൽ യുവമാരൊക്കെ ഒരുക്കി കെട്ടി ഇറങ്ങുമ്പോഴത്തേക്കും ഒരു സമയമാവും. എവിടെ പോകാനാണെന്നുണ്ടെങ്കിലും നേരത്തെ പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ഒരു രക്ഷയില്ല, ലേറ്റായിട്ടേ പോവുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് കുറേ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനുണ്ട്. എവിടെ പോകുമ്പോഴും ഈ ഒരു ബാഗ് ഞാൻ കൊണ്ടുപോകും കേട്ടോ. അതിൽ കുറച്ച് പാമ്പേഴ്സും വൈപ്സും അതേപോലെ തന്നെ കുറച്ച് ഇവരുടെ ടീഷർട്ട്സും ട്രൗസേഴ്സും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവും. എപ്പോഴാണ് എങ്ങനെ ആവശ്യം വരാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം എല്ലാ അമ്മമാരും ചെയ്യുന്ന പോലെ തന്നെ ഞാനും ഇതൊക്കെ ഒരുക്കി കെട്ടി പോവാറുണ്ട് കേട്ടോ. നമ്മുടെ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും ഇവന്മാരുടെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വയ്ക്കും. അതിനു മുമ്പ് ഞാനൊരു സംഭവം പരിചയപ്പെടുത്തി തരാം കേട്ടോ. നമുക്ക് ഈ സലൂണിലൊക്കെ പോയി സെറ്റ് ചെയ്ത് തരുന്ന പോലെ തന്നെ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മുടെ ഹെയർ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിന് പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു എക്യുപ്മെൻ്റാണ് ഈ ഒരു അഗാരോ ഹെയർ വോളിമൈസർ ഡ്രയർ. ഇതൊരു ഹോട്ട് എയർ ബ്രഷാണ് കേട്ടോ. നമുക്ക് ബ്ലോ ഡ്രയർ ആയിട്ട് യൂസ് ചെയ്യാം, വോളിമൈസറായിട്ട് യൂസ് ചെയ്യാം, സ്റ്റൈലറും ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ചാർക്കോൾ ബ്രിസിൽസ് ആണ് വരുന്നത്. അതേപോലെ തന്നെ സെറാമിക് കോട്ടിംഗ് ആണ് ബ്രഷിംഗ് ഹെഡ് വരുന്നത് കേട്ടോ. പിന്നെ ഓവൽ ബാരൽ ഫോർ ഹെയർ വോളിയം. ഇത് 1200 വോൾട്ടിലാണ് വരുന്നത്. ഗോൾഡ് ആൻഡ് ബ്ലാക്ക് കോംബോ ആണ് കേട്ടോ ഇതിൻ്റെ ഒരു എക്യുപ്മെൻറ്റിൽ വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഓൺ ആൻഡ് ഓഫ് ബട്ടൺ ഉണ്ട്. നമുക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ സ്പീഡ് എത്രത്തോളം, അതായത് ഹീറ്റ് എത്രത്തോളം വേണമെന്നൊക്കെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് അതൊന്ന് തിരിച്ചാൽ മാത്രം മതി കേട്ടോ. പിന്നെ നമുക്ക് പ്ലഗിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വയറും അതേപോലെ തന്നെ പ്ലഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് അതൊന്ന് കുത്തിക്കഴിഞ്ഞ് സ്വിച്ച് ഓൺ ചെയ്ത് ആ ഒരു സംഭവം തിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര സ്പീഡിൽ വേണമെങ്കിലും അല്ലെങ്കിൽ എത്ര ഹീറ്റ് എത്ര നമുക്ക് വേണമെന്ന് നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് അനുസരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഹെയർ അത്യാവശ്യം കേളി ഹെയറാണ്. ഒരുപാട് കേളിയല്ല, എന്നാലും കേളിയാണ്. കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഹെയറാണ്. അപ്പോൾ ഞാനിത് രണ്ട് സൈഡിലേക്കും കുറച്ചൊക്കെ എടുത്ത് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കൂടുതലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് പാർട്സായിട്ട് എടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കുറച്ചും കൂടി നല്ല ഫിനിഷിംഗ് ഒക്കെ വരും കേട്ടോ. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഹെയർ സ്പ്രേയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ സെറൊക്കെ തേച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ട് അതൊന്ന് ഓണാക്കി ഹീറ്റ് എത്ര വേണമെന്നൊക്കെ സെറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് ക്ഷമ വേണം, എന്നാലും കുറച്ച് ഭയങ്കര ഈസിയാണ് കേട്ടോ. നല്ല രീതിക്ക് സെറ്റായിട്ട് കിട്ടും. നമുക്ക് ഈ സലൂണിലൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു എഫക്റ്റ് തന്നെ നമുക്ക് വീട്ടിലിരുന്നും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് മുടിയൊക്കെ ആയിട്ടാണ് എടുക്കുന്നത്. എൻ്റെ മുടി ഓൾറെഡി കുറച്ച് ഡ്രൈ ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഇങ്ങനെ പാറിപ്പറന്നിങ്ങനെ കിടക്കും. പക്ഷേ വോളിയം നല്ല രീതിക്ക് തോന്നും കേട്ടോ. ഈ ഹെയറൊക്കെ കുറവുള്ളവർക്ക് ഇതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വോളിയം തോന്നുന്ന രീതിയിൽ കിടക്കും. ഹെയർ നല്ല രസമായിട്ട് കിടക്കും. നല്ല സ്റ്റൈലായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. സ്റ്റൈൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റൈലും ചെയ്യാവുന്നതാണ് കേട്ടോ. എൻ്റെ ഓൾറെഡി കേളി ഹെയർ ആയതുകൊണ്ട് ഞാൻ വല്ലാണ്ട് തുമ്പൊന്നും കേൾ ചെയ്യാനോ സ്റ്റൈൽ ചെയ്യാനോ നിന്നില്ല. എനിക്ക് കുറച്ചും കൂടി സ്ട്രെയിറ്റ് ഹെയറാണ് ഇഷ്ടം. അപ്പോൾ ഇത് എൻ്റെ രണ്ട് ഹെയറിൻ്റെ ആ ഒരു ഇത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. എൻ്റെ ഇപ്പുറത്തെ, അതായത് നമ്മൾ ചെയ്ത ഹെയറിൻ്റെ ആ ഒരു വോളിയവും അതായത് ചെയ്യാത്ത ഹെയറിൻ്റെ ഒരു വോളിയവും കൂടി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. നല്ല രീതിക്ക് ഡിഫറൻസ് ഉണ്ട്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത് ഇതാണ് കേട്ടോ. നല്ലപോലെ വോളിയം തോന്നുന്നുണ്ട്, നല്ല തിക്ക് ഹെയർ പോലെ തോന്നുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റിൻ്റെ പേര് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ലിങ്ക് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മളിതേ വാക്സിനേഷൻ്റെ ബാക്കി പരിപാടിയിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഇവന്മാരും ഒരുക്കി കിട്ടണമെന്നാണ് ഏറ്റവും വലിയ ടാസ്ക് കേട്ടോ. ബാക്കി എന്തും നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. പക്ഷേ ഇവരെ ഒരുക്കി കെട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ ചാച്ചൻ ഇത്തവണ വന്നു കഴിഞ്ഞപ്പോൾ കൊണ്ടുവന്ന സ്പൈഡർമാൻ്റെ ഡ്രസ്സാണ് കേട്ടോ. സാധാരണ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും അവൻ ഇടാറില്ല, എന്നാലും ഇടിച്ചു കൊടുത്തു. ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ ഇഷ്ടമൊക്കെ ആയി. പിന്നെ ഡോണും എന്തോ വലിയ കാര്യത്തിന് പോണ പോലെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ഇടിച്ച ബനിയൻ മാറ്റി, അത് കുറച്ച് ലൂസാണ്. അപ്പോൾ ഞാൻ ഈ ടീഷർട്ട് അവൻ ഇടിച്ചു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിട്ടാണ് കൊച്ചിറങ്ങുന്നത്. കൊച്ചിനെ അറിയില്ലല്ലോ കുത്തി വയ്ക്കാൻ പോണതാണ് എന്നുള്ളത്. എന്തായാലും എനിക്ക് ഡോണുവിൻ്റെ കാര്യം ഓർക്കുമ്പോൾ വലിയ ടെൻഷനില്ല. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ അമ്മ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ ഡ്രസ്സാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ നനച്ചിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അതേപോലെ തന്നെ വണ്ടിയിൽ കയറാൻ പോവാണ്. വണ്ടിയിൽ കയറിയിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോണുവിന് ഒറ്റയ്ക്ക് ഒരു സീറ്റിലിരുന്നേക്കണം. നമ്മൾ പിടിക്കാനും പാടില്ല, തൊടാനും പാടില്ല, ഒന്നും പാടില്ല. എന്തോ വലിയ ആളായിട്ട് ഇരിക്കണ പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ.
അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ പിറുപിറുത്തുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല. നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു കൊന്ത എത്തിച്ചിട്ടാണ് നമ്മൾ പോകാറുള്ളത്. എത്ര പേരങ്ങനെ ചെയ്യാറുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാലും ഭൂരിഭാഗം ആളുകളും ചെയ്യാറുണ്ട്. നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ പ്രാർത്ഥിച്ചിട്ടാണല്ലോ പോകാറുള്ളത്. അപ്പം ഞങ്ങളും എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോൾ ഒരു കൊന്ത എത്തിച്ചിട്ടൊക്കെയാണ് നമ്മൾ പോകാറുള്ളത്. അങ്ങനെ ചെയ്യുന്നവരാരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ദേ ഡോണ് ആ ഇരിപ്പിരുന്നിട്ട് ഇതുവരെയൊക്കെ അടങ്ങിയിട്ടില്ല കേട്ടോ. അവനെപ്പോഴും ആ ഒരു സീറ്റിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കണം. ചില സമയത്ത് അതായത് ഉറക്കം വരിക അങ്ങനത്തെ സമയത്തൊക്കെയാണ് എൻ്റെ നെഞ്ചത്തോട്ട് കയറണത്. അല്ലാത്ത പക്ഷം ആൾ സൈലൻ്റ് ആയിരിക്കും. പിന്നെ എന്തെങ്കിലും ഒരു ഇറിറ്റേഷനൊക്കെ ആൾക്ക് കയറണം. അങ്ങനത്തെ സന്ദർഭങ്ങളിൽ മാത്രമാണ് എന്നെ ബുദ്ധിമുട്ടിപ്പിക്കാറുള്ളത്. ഇപ്പം കേട്ടോ, മുമ്പ് അങ്ങനെയൊന്നും ആയിരുന്നില്ല. മുമ്പ് എൻ്റെ മടിയിൽ നിന്ന് മാറാറേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ രാജഗിരിയിലേക്ക് പോകുന്ന വഴിയാണ്. നമ്മൾ അത്താണി എത്തിയപ്പോഴത്തേക്കും നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. ഭയങ്കര ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയില്ല. രാവിലെ ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ ആ സമയമായാലും വർക്കിംഗ് ഡേ ആണ്, എന്നാൽ കൂടി നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഏതപ്പം അമ്മാമ്മയുടെ മടിയിലിരിപ്പുണ്ട്. മാങ്ങയൊക്കെ ചെത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പോണ വഴിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകും കേട്ടോ. പുറത്തുനിന്നൊന്നും അങ്ങനെ വാങ്ങിക്കൊടുക്കലും കാര്യങ്ങളൊന്നും ഇല്ല. എന്തുണ്ടെങ്കിലും വീട്ടിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്നു, കറി കയറ്റുന്നു, കൊടുക്കുന്നു, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇരുന്ന് മടുത്തിട്ട് ഡോണു എണീറ്റിരുന്നാണ് കാഴ്ചകളൊക്കെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഡോണുവിനെ ഈ വാക്സിനേഷന് കൊണ്ടുപോകുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ആലോചിക്കുന്നത് ഏതപ്പൻ്റെ 1.5 വയസ്സിൻ്റെ വാക്സിനേഷൻ്റെ ആ ഒരു ടൈം എങ്ങനെയായിരുന്നു എന്നാണ് കേട്ടോ. ആ സമയത്ത് ചാച്ചനുണ്ടായിരുന്നു നാട്ടിൽ. അത് 1.25-ൻ്റെ വാക്സിനേഷനും 1.5-യുടെ വാക്സിനേഷനും കൂടി ഒരുമിച്ചാണ് ഏതപ്പന് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മൊത്തം 3 ഇഞ്ചക്ഷനും 1 ഡ്രോപ്സാണ് അവനുണ്ടായിരുന്നത്. അപ്പോൾ പൊതുവേ 1.5-യുടെ വാക്സിനേഷൻ കുറച്ച് ടാസ്ക്കാണ്. അതായത് പെയിൻ ഉണ്ടാവും, അതേപോലെ പനി ഉണ്ടാവും. അപ്പോൾ ഏതപ്പനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവനൊന്ന് കാലനക്കാനോ ഒന്നിനും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഫുഡ് കഴിക്കത്തില്ലായിരുന്നു, പാല് കുടിക്കില്ലായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മയുടെ മടിയിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അമ്മ ഇങ്ങനെ കാല് നീട്ടിയിട്ട് അവനെ കാലിൽ തലേണയും വെച്ചിട്ട് കാലിൽ കിടത്തിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. അമ്മയ്ക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാനോ ഒന്ന് ബാത്റൂം പോകാനോ ഒന്നിനും പറ്റില്ലായിരുന്നു. കാരണം അവൻ ആ അമ്മയുടെ മടിയിൽ നിന്ന് ഒന്നും അനങ്ങേ പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഡോണുവിൻ്റെ കാര്യം എങ്ങനെയാവുമെന്നുള്ള ഒരു ആശങ്കയുണ്ട്. പക്ഷേ ഏതപ്പനെയും ഡോണുവിനെയും വെച്ച് നോക്കുമ്പോൾ ഡോണു കുറച്ച് എന്താ പറയുക, ഈ വേദനകളൊക്കെ സഹിക്കാനായാലും എനിക്ക് തോന്നുന്നു ഡോണു വീണ് അത് ശീലമായതാന്ന് തോന്നുന്നുണ്ട്. ഡോണുവിന് വീഴ്ച ഇച്ചിരി കൂടുതലാണ്. അതായത് ഒന്നിനും ഒരു എന്താ പറയുക, ശ്രദ്ധ എന്നല്ല, ആളെ ഒരു കുറച്ച് ബടകാളി പിടുത്തമുള്ള ഒരു ക്യാരക്ടറാണ്. എങ്ങനെ പോയാലും വീണ് കഴിഞ്ഞാലും വീണോ അപ്പോൾ പിന്നെ അവിടെ കിടക്കട്ടെ എന്നുള്ള രീതിയിലൊക്കെയാണ് ആളുടെ ആ ഒരു ക്യാരക്ടർ. അപ്പോൾ എനിക്ക് ഡോണുവിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ഒരു എങ്ങനെയാവുമെന്നുള്ളൊരു കാര്യത്തിൽ ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു വലിയ കുഴപ്പമുണ്ടാവില്ല എന്നുള്ളത്. പക്ഷേ സമയം എടുക്കുന്തോറും എനിക്ക് ഉള്ളിൽ ടെൻഷൻ ഉണ്ടായിരുന്നു. പാവം കൊച്ച് ഒന്നും അറിയാണ്ടാണ് അമ്മയുടെ കയ്യിലിരിക്കുന്നത്. അമ്മയാണ് കേട്ടോ വാക്സിനേഷന് കൊണ്ടുപോകുന്നത്. ഞാൻ ഇതുവരേക്കും പിള്ളേരെ കൊണ്ടുപോയിട്ടില്ല. ഏതപ്പൻ്റെയും ഡോണുവിൻ്റെ ഒക്കെ എല്ലാ വാക്സിനേഷനും കൊണ്ടുപോയിരിക്കുന്നത് അമ്മയാണ്. എന്നെക്കൊണ്ട് പറ്റില്ല അതൊന്നും കണ്ടിരിക്കാനായിട്ട്. ഇവന്മാർ ഭയങ്കര കരച്ചിലൊക്കെ ആയിരിക്കില്ല. അപ്പോൾ അമ്മേനെ കൊണ്ട് തന്നെ പറ്റുള്ളൂ. അമ്മയാകുമ്പോൾ അത് ഏതെങ്കിലും രീതിയിലൊക്കെ അത് തരണം ചെയ്ത് അതമ്മ നോക്കിക്കോളൂ എന്നുള്ള എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ അമ്മേനെ വിടുള്ളൂ കേട്ടോ. അപ്പോൾ ഒന്നും അറിയാണ്ട് പാവം ഇങ്ങനെ കളിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ചാച്ചൻ മെസ്സേജ് അയക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട് എന്തായി എന്നൊക്കെ അറിയാനായിട്ട്. അങ്ങനെ വാക്സിനേഷൻ കഴിഞ്ഞതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. വാക്സിനേഷൻ കഴിഞ്ഞിട്ടുള്ള, അതായത് വാക്സിനേഷൻ കഴിഞ്ഞ് ഇറങ്ങി വരുന്നത് കരച്ചിലൊക്കെ ആയിട്ടാണ്. അപ്പോൾ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ആൾ കരയായിരുന്നു. കാലനക്കുമ്പോഴൊക്കെ ചെറിയൊരു വേദനയൊക്കെ ഉണ്ട്. അതിൻ്റെ കണ്ണീരൊക്കെയാണ് ഇതിലിരിക്കുന്നത്. എന്നാലും ഏതപ്പനെ വെച്ച് നോക്കുമ്പോൾ ആളിച്ചിരി ഓക്കെ ആണ്. ഏതപ്പൻ്റെ എനിക്ക് തോന്നുന്നു 3 ഇഞ്ചക്ഷൻ അവന് കിട്ടിയതുകൊണ്ടായിരിക്കണം. ഇതിപ്പോൾ 2 എണ്ണവും പിന്നെ ഡ്രോപ്സ് ആയിരുന്നു. മേ ബി അതുകൊണ്ട് അതിൻ്റെ ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഏതപ്പനാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ മടിയിലിരുന്നിട്ട് ഭയങ്കര കളിയും ചിരിയൊക്കെയാണ്. പക്ഷെ ഞാൻ വിചാരിച്ച അത്രയും ബുദ്ധിമുട്ടൊന്നും ഡോണുവിന് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നമ്മൾ വാക്സിനേഷൻ കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമുക്ക് മെഡിസിൻ കൊടുക്കാമല്ലോ, പാരസെറ്റമോൾ കൊടുക്കാമല്ലോ. അപ്പോൾ അതൊക്കെ കൊടുത്തു. ഞങ്ങൾ വരുന്ന വഴിക്ക് തന്നെ ഏതപ്പം നല്ല ഉറക്കമായി. പിന്നെ ഞാൻ ഈ ഡോണുവിനെയും കുളിപ്പിച്ച് ഫ്രഷാക്കി അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇനിയിപ്പം ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ടയേർഡായിപ്പോയി വന്നപ്പോഴത്തേക്കും. പിന്നെ എനിക്കൊരു സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വിചാരിച്ച അത്രയും ടെൻഷൻ എനിക്ക് ഡോണുവിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. അത് കാരണം
ഞാനും എനിക്കും കുറച്ച് റിലീഫ് ഉണ്ടായിരുന്നു. മറ്റേത് എനിക്ക് ടെൻഷനായിരുന്നു, പിള്ളേരെങ്ങനെയാവും, കരച്ചിലായിരിക്കുമോ, മടിയിൽ നിന്ന് ഇറങ്ങില്ലേ, കയ്യിൽ നിന്ന് ഇറങ്ങില്ലേ, ഉറങ്ങാണ്ടിരിക്കുമോ എന്നൊക്കെ ഉള്ളൊരു കാര്യം ഓർത്തിട്ട് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇതിപ്പൻ്റെ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ഇവൻ ഓക്കെ ആയിരുന്നു. വാക്സിനേഷൻ എടുത്തിട്ട് ഇരിക്കുന്ന ആളാണ് എന്ന് പറയുമോ? ഇല്ലല്ലോ. ആൾക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ കാലനക്കുമ്പോഴും നിലത്ത് കുത്തുമ്പോഴും കരയായിരുന്നു, വേദന ഉള്ള രീതിയിൽ കരയായിരുന്നു. പിന്നെ വലിയ പനി ഉണ്ടായിരുന്നു, വലുതായിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനൊരു 6 മണിക്കൂർ ഇടവിട്ടിട്ട് മെഡിസിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു തവണ കൊടുത്തു, ഇനിയിപ്പോൾ ഒരു 6 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പിൽ ഞാൻ നിർത്തിയേക്കായിരുന്നു. പിന്നെ കൂടുതലും നടത്താൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. നടക്കാനായിട്ട് കുറച്ച് ചെറിയൊരു അമാന്തം ഉണ്ട്, എന്നാലും അവൻ നടക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കാലൊക്കെ നനക്കി, ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായിട്ട് നടത്തിക്കുക, കാലനക്കിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നിനും എനിക്ക് ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല, എല്ലാം അവൻ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാലൊക്കെ അനക്കണോണ്ടായിരിക്കണം അവൻ അത്രയും പെയിൻ എഫക്റ്റ് ചെയ്യാണ്ടിരുന്നത്. പിന്നെ ഞാനൊരിക്കലും മൂത്ത ആളെയും രണ്ടാമത്തെ ആളെയും വെച്ച് കമ്പയർ ചെയ്യണതല്ല, ഞാൻ ജസ്റ്റ് അത് ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കിയതാണ്. അവൻ്റെ എങ്ങനെയായിരുന്നു ഇവൻ്റെ എങ്ങനെയായിരുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കി. കാരണം ഞാൻ ഇതിപ്പൻ്റെ വെച്ചിട്ടാണ്, എൻ്റെ മൈൻഡിൽ വെച്ചിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് അതുപോലെ ഒന്നും ഇവൻ്റെ കാര്യത്തിൽ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല, ഇതുവരേക്കും വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവൻ കുറേ നേരം ഇങ്ങനെ ഓടിക്കളിച്ച് നടന്നതിൻ്റെ ഫലമായിട്ട് ആൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ടയേർഡായി തുടങ്ങുന്നുണ്ടായിരുന്നു. അത് വേറെ ഒന്നുമല്ല, പാരസെറ്റമോളിൻ്റെ എഫക്റ്റ്, മെഡിസിൻ്റെ എഫക്റ്റ് കഴിയും തോറും എന്തായാലും ഡൗൺ ആയി വരുമല്ലോ. ഇത്ര നേരം ഓടിച്ചാടി നടന്നതൊക്കെ ആ മെഡിസിൻ്റെ എഫക്റ്റിലായിരുന്നു. ആ ഡോസ് കഴിയും തോറും എന്തായാലും കൊച്ച് ഡൗൺ ആയിട്ട് വരും. പിന്നെ ചേട്ടനും അനിയനും കൂടി ഒരുമിച്ചിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സാധാരണ ചെറിയ ചെറിയ തോണ്ടലും ചീറ്റലൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ വാക്സിനേഷൻ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഏതപ്പം ഭയങ്കര സ്നേഹമായിരുന്നു ഡോണുവിൻ്റെ അടുത്ത്. എന്തിനാടാ നീ കരയണേ, ചേട്ടനില്ലേ കൂടെ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. എന്തായാലും അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഒരു സന്തോഷമൊക്കെ ഉണ്ട്. വഴക്ക് മാത്രമല്ല, സ്നേഹവും ഉണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക്, അത് തന്നെ ധാരാളം. അപ്പോൾ അടുത്ത മെഡിസിൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ചേട്ടനാണ് കേട്ടോ ഒരുങ്ങി കെട്ടി നിൽക്കുന്നത്. അപ്പം മെഡിസിൻ്റെ എഫക്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോണു, ഞാൻ പറഞ്ഞില്ലേ, സൈഡായിട്ടുണ്ടായിരുന്നു, ഭയങ്കര ടയേർഡായിട്ടുണ്ടായിരുന്നു, പനി ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്ഷീണിച്ച് കൊച്ച് കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ നമ്മുടെ വാക്സിനേഷൻ വീഡിയോ ഇത്രേ ഉള്ളൂ, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. കൊച്ച് നല്ല ഉറക്കത്തിലായിപ്പോയി, അത്യാവശ്യം ടയേർഡായി, ചെറിയ രീതിയിൽ പനിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.